ഞാൻ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് എനിക്ക് SSLC പരീക്ഷയിൽ അന്ന് 360 മാർക്ക് വേണം ഫസ്റ്റ് ക്ലാസ് കിട്ടാൻ. 5 മാർക്ക് എനിക്ക് കുറവായിരുന്നു. എൻ്റെ വീടിനടുത്തുള്ള ഒരു കോളേജിൽ ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തു. റാങ്ക് ലിസ്റ്റിൽ ഞാൻ 5ാമനായിരുന്നു. ഞാൻ അന്ന് കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ KSUവിൻ്റെ ഒരു പ്രവർത്തകനായിരുന്നു, ജില്ലാ ട്രഷററായിരുന്നു. ആരോ ഒരു ഊമക്കത്ത് അയച്ചു, ഞാൻ ഈ കോളേജിൽ പഠിച്ചാൽ ഈ കോളേജിൻ്റെ അന്തരീക്ഷം തകർക്കുമെന്ന്. ആ ഊമക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ 5ാമത്തെ റാങ്ക് ഉണ്ടായിരുന്നു, എനിക്ക് പ്രവേശനം നിഷേധിച്ചു. മറ്റൊരു കോളേജിൽ ഞാൻ അപേക്ഷ കൊടുത്തിരുന്നില്ല, കാരണം ഇത് കിട്ടുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. ഞാൻ എൻ്റെ പിതാവിനോടൊപ്പം എൻ്റെ ഒരു ബന്ധുവായി ഈ സ്കൂളിലെ അധ്യാപകനായ രാജസ്ഥാനോടൊപ്പം വന്ന് ആദ്യമായിട്ടാണ് ഞാൻ NSS ആസ്ഥാനത്ത് വന്നു. അന്ന് ജനറൽ സെക്രട്ടറി ശ്രീ കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ളയാണ്. ഞങ്ങൾ 3 പേരും കൂടി അവിടെ ചെന്നപ്പോൾ എൻ്റെ അഡ്മിഷന് വേണ്ടിയാണ് വന്നത്. അന്ന് പക്ഷേ എല്ലാ അഡ്മിഷനും കഴിഞ്ഞു, ആ അപേക്ഷ കൊടുക്കാനുള്ള സമയം കഴിഞ്ഞു. ഈ വിവരങ്ങൾ അദ്ദേഹത്തോട് സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹം അപ്പോൾ തന്നെ എനിക്ക് അപേക്ഷ തരാൻ എഴുതി തന്നു. ഞാൻ അപേക്ഷ കൊടുത്തു. എനിക്കിവിടെ ഈ കോളേജിൽ എനിക്ക് പ്രവേശനം നൽകി. അങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ എന്നെ സഹായിച്ചതും എനിക്ക് അഭയം തന്നതും NSS ആണ് എന്ന് പറയാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. വാസ്തവത്തിൽ അന്ന് എനിക്ക് അപേക്ഷ കൊടുത്ത് പ്രീ ഡിഗ്രിക്ക് ചേരാൻ അവസരമില്ലായിരുന്നെങ്കിൽ എൻ്റെ 1 വർഷം പോകുമായിരുന്നു. അതുകൊണ്ടാണ് ജനറൽ സെക്രട്ടറി ഇവിടെ പറഞ്ഞ ഈ മണ്ണുമായി എൻ്റെ ബന്ധം. NSS ഹിന്ദു കോളേജ്, NSS ഹെഡ്ക്വാർട്ടേഴ്സ്, മന്നം സമാധി, വേലായുധ മന്ദിരം, മാവേലി ലോഡ്ജുകൾ, അംബിക ഹോട്ടല്, അതോടൊപ്പം തന്നെ ചച്ചായുടെ കട, ഈ മണ്ണുമായി അത്രമാത്രം ബന്ധമുള്ള ഒരാളാണ് ഞാൻ. ആ ബന്ധം ആര് വിചാരിച്ചാലും മുറിച്ചു മാറ്റാൻ കഴിയാത്തതാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്നും എൻ്റെ മനസ്സിൽ പച്ച പിടിച്ചു നിൽക്കുന്നത് ഈ അന്തരീക്ഷമായിരുന്നു. അന്ന് ഞാൻ കോളേജ് യൂണിയൻ ചെയർമാനായി. എൻ്റെ പൊതുജീവിതവും എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടവും ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. എന്നും എൻ്റെ മനസ്സിൽ അത് പച്ച പിടിച്ചു നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നായർ സമുദായ അംഗങ്ങളെ ശാക്തീകരിക്കുന്നതോടൊപ്പം കേരളത്തിലെ ഇതര ജനസമൂഹങ്ങൾക്ക്, വ്യക്തികൾക്ക്, സ്ഥാപനങ്ങൾക്ക് ശക്തിയും ചൈതന്യവും പറഞ്ഞു കൊടുക്കാൻ ശ്രീ മന്നത്ത് പരമ്പരാമന് കഴിഞ്ഞു എന്നത് ഏറ്റവും വലിയ കാര്യമാണ്.